ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. പാലോറ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു തമാശയ്ക്കായി തുടങ്ങിയതല്ല മൊട്ടക്കുന്നിലെ വനവൽക്കരണം. സംരക്ഷിക്കേണ്ടവരെ കൂടി കണ്ടെത്തിയാണ് ഇവർ ഭാവി തലമുറയ്ക്ക് കൂടി ഗുണകരമാവുന്ന ഈ ഉദ്യമത്തിന് ഇറങ്ങിത്തിരിച്ചത്. പ്രശംസനീയമായ ഈ പ്രവൃത്തിയെക്കുറിച്ചുള്ള വാർത്ത കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. തനിക്ക് മന്ത്രിയാവാനോ MP ആകാനോ അല്ല SNDP നേതൃത്വം BJP കേന്ദ്ര നേതാക്കളെ സന്ദർശിച്ചതെന്ന് SNDP യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള സമരമാർഗങ്ങൾ സമരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണെന്ന് സബ് ജഡ്ജ് RL ബൈജു. ജില്ലയിലെ ഹോർട്ടികോർപ്പ് പച്ചക്കറി വിപണന കേന്ദ്രം തകർക്കാനുള്ള അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് കച്ചവടക്കാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നു. വാർത്തകൾ വിശദമായി. തനിക്ക് മന്ത്രിയാവാനോ MP ആവാനോ അല്ല SNDP നേതൃത്വം BJP കേന്ദ്ര നേതാക്കളെ സന്ദർശിച്ചതെന്ന് SNDP യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. SNDP യോഗം 110ാം വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി വടകരയിൽ നടന്ന പ്രതിനിധി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SNDP യോഗം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പുറത്തുനിന്നുള്ളവർ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് SNDP യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. ഗുരുദേവനെ മുൻപ് ആക്ഷേപിച്ചവരാണ് ഇപ്പോൾ ഉപദേശവുമായി വരുന്നതെന്ന് അദ്ദേഹം വടകരയിൽ SNDP യോഗം പ്രതിനിധികളുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. SNDP യോഗത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്. യോഗത്തിൽ നിന്ന് പുറത്താക്കിയവരെ ഉപയോഗിച്ചാണിത് ചെയ്യുന്നതെന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. തനിക്ക് മന്ത്രിയും MPയുമാകാനാണ് BJP കേന്ദ്ര നേതൃത്വത്തെ കാണാൻ പോയതെന്നാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഇതിന് തെളിവ് നൽകിയാൽ താൻ സ്ഥാനം രാജിവെക്കും. കാലാകാലങ്ങളിൽ രാജ്യം ഭരിക്കുന്നവരെയും നേതാക്കളെയും യോഗം പ്രതിനിധികളെ സന്ദർശിച്ചിട്ടുണ്ട്. CPM-ഉം കോൺഗ്രസും സമുദായത്തെയും സംഘടനയെയും അവഗണിച്ചിട്ടേയുള്ളൂവെന്നും തുഷാർ കൂട്ടിച്ചേർത്തു. എനിക്ക് മന്ത്രിയാകാൻ വേണ്ടി MP ആകാൻ വേണ്ടിയാണ് അവിടെ പോയതെന്നാണ് ഈ മാറ്റം പറയുകയുണ്ടായത്. എന്തെങ്കിലും ഒരു തെളിവ് ഇവർ തന്നാൽ ഇന്ന് ഞാൻ ഇത് രാജിവെച്ചിട്ട് പഠിക്കാൻ പോവാം. അവഗണനകളുടെ വലിയ പട്ടിക നമുക്ക് പറയുവാൻ കഴിയും. കമ്മ്യൂണിസ്റ്റുകാർ എന്താണ് ഈ സമുദായത്തിൽ ചെയ്തെന്നുള്ളത്, കോൺഗ്രസ് എന്താണ് ഇവിടെ ചെയ്തെന്നുള്ളത്. ഈ രണ്ടുപേർ മാത്രമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായി ഈ രാജ്യം ഭരിക്കുകയുണ്ടായത്. ഈ രണ്ടാളുകളും എന്ത് തരത്തിലുള്ള സഹായമാണ് ഇന്ന് വലിയ ഭൂപരിഷ്കരണ നിയമം എന്ന് പറഞ്ഞ് വലിയ വർത്തമാനം പറയുന്നുണ്ടായി. ചടങ്ങിൽ SNDP യോഗം വടകര യൂണിയൻ പ്രസിഡന്റ് ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷം വഹിച്ചു. SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ്, വടകര യോഗം സെക്രട്ടറി PM രജീന്ദ്രൻ, മഞ്ചേരി രാജൻ, PM ഹരിദാസൻ, പറമ്പത്ത് ദാസൻ, സുനിൽ പരുത്തിപ്പാറ, കാഞ്ഞിരോളി കുഞ്ഞിക്കണാരൻ, PM ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു. പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള സമരമാർഗങ്ങൾ സമരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണെന്ന് സബ് ജഡ്ജ് RL ബൈജു പറഞ്ഞു. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 28ാം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമരമുഖങ്ങളിലെ പോലീസ് എന്ന വിഷയത്തിലുള്ള സിംബോസിയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ കോഴിക്കോട് സിറ്റി ജില്ലാ 28ാം ജില്ലാ സമ്മേളനം കോഴിക്കോട് ടൌൺഹാളിൽ ആരംഭിച്ചു. ആഗസ്റ്റ് 5, 6 തീയതികളിലായിട്ടാണ് ടൌൺഹാളിൽ സമ്മേളനം നടക്കുന്നത്. സമ്മേളനം ജില്ലാ ജഡ്ജി RL ബൈജു ഉദ്ഘാടനം ചെയ്തു. പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള സമരം നടത്തുന്നത് സമരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇല്ലാത്തതുകൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. സമരങ്ങളുടെ കാലഘട്ടമാണ് സമരങ്ങളുടെ മാർഗങ്ങൾ. ധർണയോട്ടോ അല്ലെങ്കിൽ ഒരു ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രതിഷേധം അറിയിക്കുന്ന ഏതെങ്കിലും മാർഗത്തിലൂടെ അവസാനിക്കാൻ പറ്റുന്നത് പോലീസിനെ അടിച്ചിട്ടോ പോലീസിന്റെ വണ്ടി കത്തിച്ചിട്ടോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് സമരമാർഗങ്ങളെ കുറിച്ച് ഒരു കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക അധോഗതി IT ഫീൽഡിലൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് സമരങ്ങൾ നടത്തുന്ന സമര പാർട്ടി എന്ന അവകാശം പാർട്ടികൾ പോലും ഇപ്പം തിരിച്ചറിയാൻ IT ഫീൽഡിലെങ്കിലും സമരം വേണ്ട. കാരണം അത് രാജ്യത്തിന്റെ പുരോഗതിയെ മുന്നോട്ട് പിടിച്ചു വരുത്തുന്നത് അവർ മനസ്സിലാക്കണം.
സമ്മേളനത്തിന്റെ ഭാഗമായി സമരമുഖങ്ങളിലെ പോലീസ് എന്ന വിഷയത്തിൽ സിംപോസിയം നടന്നു. KPOA സംസ്ഥാന കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം P. മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ട്രാഫിക് നോർത്ത് സോൺ സൂപ്രണ്ട് ഓഫ് പോലീസ് VK അബ്കർ വിഷയാവതരണം നടത്തി. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ ബരദൂർ, PK രാജു, KPOA സംസ്ഥാന കമ്മിറ്റി അംഗം TP സുമേഷ്, മഹാത്മാഗാന്ധി സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ PK ഫിറോസ് തുടങ്ങിയവർ സംബന്ധിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി സിംപോസിയം, പ്രതിനിധി സമ്മേളനം, കുടുംബ സംഗമം, പൊതുസമ്മേളനം തുടങ്ങിയവ നടക്കും. വ്യാഴാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡി ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ ഹോർട്ടികോർപ്പ് പച്ചക്കറി വിപണന കേന്ദ്രം തകർക്കാനുള്ള അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് കച്ചവടക്കാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നു. ലൈസൻസുകൾ റദ്ദു ചെയ്യുന്നതുമൂലം ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണെന്ന് കച്ചവടക്കാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് മിതമായ വിലയിൽ ഗുണനിലവാരമുള്ള വിഷമുക്ത പച്ചക്കറികൾ ലഭ്യമാക്കുന്നതിന് സർക്കാർ ഏർപ്പെടുത്തിയ സംവിധാനമാണ് ഹോർട്ടികോർപ്പ്. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം ജില്ലയിലെ ഹോർട്ടികോർപ്പ് സംവിധാനം പരിപൂർണമായും തകർച്ച നേരിടുകയാണെന്ന് ജില്ലയിലെ ഹോർട്ടികോർപ്പ് ലൈസൻസി ഭാരവാഹികൾ പറഞ്ഞു. കർഷകരിൽ നിന്ന് നേരിട്ട് പച്ചക്കറികൾ സംഭരിച്ചുകൊണ്ട് അത് എത്രയും നേരത്തെ തന്നെ സ്റ്റാളുകളിൽ എത്തിക്കണമെന്നും ലൈസൻസുകളെ ഇത്ര രീതിയിലുള്ള ഈ ദ്രോഹിക്കുന്ന നിലപാടിൽ നിന്ന് ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു ഞങ്ങൾ ധർണാ സമരം സംഘടിപ്പിച്ചു. സാധാരണഗതിയിൽ ജില്ലാ റീജിയണൽ ഓഫീസ് കേന്ദ്രമായി കർഷകരിൽ നിന്നും നേരിട്ട് പച്ചക്കറികൾ ലേലത്തിലെടുക്കുകയും ന്യായവിലയിൽ ഈ പച്ചക്കറികൾ റീറ്റെയിൽ ഷോപ്പുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കോഴിക്കോട് സ്വകാര്യ പച്ചക്കറി മുതലാളികളുടെ പക്കൽ നിന്നും വിൽപ്പന നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഗുണനിലവാരം കുറഞ്ഞ പച്ചക്കറികൾ നേരിട്ട് ഹോർട്ടികോർപ്പിൽ നൽകുന്നത്. ജില്ലയിലാകെ 52 റീറ്റെയിൽ സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 34 സ്റ്റാളുകളുടെ ലൈസൻസാണ് സമരം ചെയ്തതിന്റെ പേരിൽ റദ്ദു ചെയ്തിരിക്കുന്നത്. കോഴിക്കോട് ജില്ലാ റീജിയണൽ ഓഫീസും ഗോഡൌണും ഇന്ന് നിലനിൽക്കുന്നത് വേങ്ങേരിയിൽ സർക്കാർ കെട്ടിടത്തിലാണ്. ഈ ഓഫീസും ഗോഡൌണും സ്വകാര്യ വ്യക്തിയുടെ വാടക കെട്ടിടത്തിൽ വലിയ വാടകയ്ക്ക് മാറ്റാനുള്ള നീക്കവും നടക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. പുതുതലമുറയ്ക്ക് സൌജന്യ വൈഫൈ സേവനം ഒരുക്കി കോഴിക്കോട് സിറ്റി റൂട്ടിൽ സനൂൽ ബസിന്റെ രംഗപ്രവേശനം. ഒളവണ്ണ മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസിന്റെ കന്നിയാത്രയിൽ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് സൌജന്യ യാത്രയും ഒരുക്കിയിരുന്നു. ഒളവണ്ണ മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന സനൂൽ ബസിൽ കയറിയാൽ സൌജന്യമായി വൈഫൈ സേവനം ആസ്വദിക്കാം. വിദ്യാർത്ഥികൾ അടക്കമുള്ള യാത്രക്കാർക്ക് രാവിലെ മുതൽ രാത്രി വരെ തികച്ചും സൌജന്യമായിട്ടായിരുന്നു ബസിന്റെ കന്നിയാത്ര. മോഷണം, പൂവാലശല്യം തുടങ്ങിയവ ചെറുക്കാൻ CCTV ക്യാമറകൾ, അപകട സാധ്യതകൾ ഒഴിവാക്കാൻ ഓട്ടോമാറ്റിക് വാതിലുകൾ തുടങ്ങി സുരക്ഷാ സംവിധാനം എല്ലാം തന്നെ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. ഡോറില്ല, ക്ലീനറില്ല, പോക്കറ്റടി, പഞ്ചാരയടി, പീഡനശ്രമം തുടങ്ങി കോഴിക്കോട്ടെ സിറ്റി ബസ്സുകൾക്ക് നേരെയുള്ള സ്ഥിരം പരാതികൾക്കിടയിലാണ് സനൂൽ ബസ് വേറിട്ടു നിൽക്കുന്നത്. സിറ്റിയിലുള്ള ബസ്സുകളിൽ ഇതാദ്യമായാണ് വൈഫൈ സംവിധാനം ഒരുക്കുന്നതെന്ന് സനൂൽ ഗ്രൂപ്പ് സാരഥികൾ അവകാശപ്പെടുന്നു. സോഷ്യൽ മീഡിയ വൈഫൈ ആണെങ്കിൽ വൈഫൈ, യൂട്യൂബ് ആണ് യൂട്യൂബ്, ഗൂഗിളിലാണെങ്കിലും അവരുടെ ജോലി നടന്നുകൊണ്ടിരിക്കുക. ബസ്സിലാണെങ്കിലും അവർക്ക് ജോലി നടന്നുകൊണ്ടിരിക്കാനുള്ള ലക്ഷ്യമാണ് നമ്മൾ വൈഫൈ ആക്കാനുള്ള ലക്ഷ്യം. പിന്നെ CCTV ക്യാമറ ഉണ്ട്. ഇതിലിപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്കെതിരെ ഇപ്പം ബസ്സിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമ്മൾ തടഞ്ഞു നിർത്തുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മൾ ക്യാമറ ആക്കാനുള്ള ഉദ്ദേശം. ഒളവണ്ണയിൽ നിന്നും നല്ലളം ബസാർ വഴി മെഡിക്കൽ കോളേജിലേക്കാണ് ബസ് സർവീസ് നടത്തുന്നത്. 21 ലക്ഷം രൂപയാണ് ബസ് നിരത്തിലിറക്കാൻ ചിലവഴിച്ചിരിക്കുന്നത്. സംവരണ തത്വങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ. പട്ടികജാതിക്കാർക്ക് അവകാശപ്പെട്ട പല ആനുകൂല്യങ്ങളും അനർഹർ തട്ടിയെടുക്കുന്ന കാഴ്ചയാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കാണാൻ കഴിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ച സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് പദ്ധതിയിലെ നിയമനങ്ങളിൽ സംവരണം പാലിക്കുക, കേന്ദ്ര പദ്ധതികൾ അട്ടിമറിക്കുന്നത് ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പട്ടികജാതി മോർച്ചയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ ധർണ നടത്തിയത്. ധർണ BJP സംസ്ഥാന സെക്രട്ടറി VV രാജൻ ഉദ്ഘാടനം ചെയ്തു. സംവരണ തത്വങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും പട്ടികജാതിക്കാർക്ക് അവകാശപ്പെട്ട പല ആനുകൂല്യങ്ങളും അനർഹർ തട്ടിയെടുക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആ സംവരണ തത്വം പൂർണ്ണമായി നടപ്പാക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾക്ക് സാധിച്ചില്ല. പട്ടികജാതി ജനസമൂഹം ഇന്നും അവർ വളരെയേറെ അവശത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം
മാന്യമായി ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം. സമൂഹത്തില് പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഈ ജനസമൂഹം ഇന്നും അവശതകൾ അനുഭവിച്ചുകൊണ്ട് അവർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങളൊക്കെ അനർഹർ തട്ടിയെടുക്കുന്ന അപകടകരമായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ഇന്നും. ധർണയിൽ SC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി BK പ്രേമൻ മുഖ്യ പ്രഭാഷണം നടത്തി. SC മോർച്ച ജില്ലാ പ്രസിഡന്റ് P സിദ്ധാർത്ഥൻ അധ്യക്ഷനായിരുന്നു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി MC ശശീന്ദ്രൻ, RK ശങ്കർ, KV കുമാരൻ, പ്രഭാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരിടവേള. അതെ, നിങ്ങളിത് എങ്ങോട്ടാ? ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. കല്യാൺ സിൽക്സിൽ. കല്യാൺ സിൽക്സ് ഓണോത്സവം 2015. ദിവസേന നേടൂ സ്കൂട്ടർ, TV, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടിയും. കല്യാൺ സിൽക്സ്. ഖാദി ഓണമേള 2015. ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. മൊട്ടക്കുന്നിനെ വനമാക്കി മാറ്റി പ്രകൃതി സ്നേഹത്തിന്റെ മാതൃകയാവാനൊരുങ്ങുകയാണ് കോഴിക്കോട്ടെ ഒരു കൂട്ടം സ്കൂൾ വിദ്യാർത്ഥികൾ. പാലോറ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിന് സമീപത്തെ മൊട്ടക്കുന്നിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് വനമാക്കി മാറ്റുന്നത്. വിദ്യാർത്ഥികളുടെ ഈ പ്രവർത്തനത്തിന് നാട്ടുകാർ കുട്ടിവനം എന്ന പേരും നൽകി. 5-10 വർഷം കഴിഞ്ഞാൽ ഈ മൊട്ടക്കുന്നിനെ ഇങ്ങനെ കാണാൻ കഴിയില്ല. മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ഒരു വനമായി ഈ കുന്ന് മാറിയിട്ടുണ്ടാകും. അതിനുള്ള ശ്രമത്തിലാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. കോഴിക്കോട് ഉള്ളിരിയിലെ പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളാണ് വ്യത്യസ്തമായ ഈ ഉദ്യമത്തിന് പിന്നിൽ. ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. 4 ഏക്കർ വരുന്ന കുന്നിൽ 1000-ലധികം വൃക്ഷത്തൈകൾ ഈ വിദ്യാർത്ഥികൾ നട്ടുകഴിഞ്ഞു. തേക്ക്, വീട്ടി, ഊങ്ങ് തുടങ്ങി നിരവധി വൃക്ഷത്തൈകളാണ് ഇവർ നട്ടത്. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചുള്ള ആശങ്കകളാണ് ഈ കുട്ടികളെ ഇത്തരമൊരു പ്രവർത്തനത്തിലേക്ക് നയിച്ചത്. നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന ഉറച്ച ബോധ്യം ഇവരെ ഈ കുന്നിന് മുകളിലെത്തിച്ചു. കുട്ടിവനം എന്ന പേര് നൽകിയാണ് വിദ്യാർത്ഥികളുടെ പ്രവർത്തനം. വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി സ്കൂളും അധ്യാപകരും പിറകിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സഹായങ്ങളെല്ലാം നൽകുന്നത് സ്കൂളാണ്. വനം നട്ടുപിടിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം ഉള്ളേരി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കിയത് സ്കൂളാണ്. കൂടാതെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് വൃക്ഷത്തൈകളും സ്കൂൾ ലഭ്യമാക്കി. ആഘോഷപൂർവ്വം വൃക്ഷത്തൈകൾ നടുന്നതും പിന്നീട് യാതൊരു ശ്രദ്ധയും കൊടുക്കാത്തതിനാൽ തൈകളെല്ലാം നശിക്കുന്നതും നാം സ്ഥിരമായി കാണുന്ന കാഴ്ചയാണ്. എന്നാൽ തങ്ങൾ നട്ട വൃക്ഷത്തൈകൾക്കും ഈ ഗതി വരുത്താൻ വിദ്യാർത്ഥികൾ തയ്യാറല്ല. തൈകൾ നശിക്കാതിരിക്കാൻ അവരൊരു മാർഗവും കണ്ടെത്തി. പ്രദേശത്തെ കുടുംബശ്രീ യൂണിറ്റുമായി ബന്ധപ്പെടുകയാണ് അവർ ആദ്യം ചെയ്തത്. വനം വെച്ചുപിടിപ്പിക്കുന്നതിന്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്തിയതോടെ വൃക്ഷത്തൈകളുടെ സംരക്ഷണം കുടുംബശ്രീ പ്രവർത്തകർ ഏറ്റെടുത്തു. ഓരോ കുടുംബശ്രീ പ്രവർത്തകയും 10 വീതം തൈകൾ ഏറ്റെടുത്താണ് അവയ്ക്ക് സംരക്ഷണം നൽകുന്നത്. ആഴ്ചയിലൊരിക്കൽ ഈ കുന്നിൻ മുകളിലെത്തി തങ്ങളുടെ തൈകൾ നശിക്കുന്നില്ലെന്ന് ഇവർ ഉറപ്പുവരുത്തും. പ്രകൃതിക്ക് നേരെയുള്ള ക്രൂരതകൾ തുടർക്കഥയായ നമ്മുടെ നാടിന് ഈ വിദ്യാർത്ഥികൾ നൽകുന്ന നല്ല പാഠമാണ് കുട്ടിവനം പദ്ധതി. നാടിന്റെ നന്മയ്ക്കായി ക്ലാസ് മുറികളിൽ നിന്ന് പുറത്തിറങ്ങി എന്ന് മാത്രമല്ല ഈ വിദ്യാർത്ഥികളുടെ പ്രത്യേകത, നാട്ടുകാരെ കൂടി കൂടെ നിർത്താൻ ഈ വിദ്യാർത്ഥികൾക്കായി. വെളിച്ചെണ്ണ ഇറക്കുമതിക്കെതിരെ കേര കർഷക സംഘം കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. കേര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് IV ശശാങ്കൻ ധർണ ഉദ്ഘാടനം ചെയ്തു. വെളിച്ചെണ്ണ ഇറക്കുമതി അവസാനിപ്പിക്കുക, പച്ചത്തേങ്ങ സംഭരണം കർഷക പങ്കാളിത്തത്തോടെ കാര്യക്ഷമമാക്കുക, സംഭരണ വില കാലോചിതമായി വർദ്ധിപ്പിക്കുക, കൊപ്ര സംഭരണത്തിന്റെ ചുമതല നാളികേര ഉൽപാദക സംഘങ്ങളെയും ഫെഡറേഷനുകളെയും ഏൽപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ആദായ നികുതി ഓഫീസിന് മുമ്പിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ധർണ കേര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് IV ശശാങ്കൻ ഉദ്ഘാടനം ചെയ്തു.
നാളികേരത്തിന്റെ വൻ വിലത്തകർച്ചയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കൃഷിഭവൻ മുഖേനയുള്ള പച്ചത്തേങ്ങ സംഭരണം കാര്യക്ഷമമായി നടക്കുന്നില്ല. നീര ഉൽപാദനം കർഷകരിൽ വലിയ പ്രതീക്ഷയാണ് ഉണർത്തിയിരുന്നത്. എന്നാൽ ഈ പദ്ധതിയും ഫലപ്രദമായി നടക്കുന്നില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. 40 രൂപയിൽ മേലെയാണ് ഒരു കപ്പ് ജൈവവളം അല്ലെങ്കിൽ ചാണകപ്പൊടി കിട്ടണമെങ്കിൽ ചാണകം കിട്ടണമെങ്കിൽ കൊടുക്കേണ്ടത്. പച്ചിലവളം എന്ന് പറയുന്നത് കൂട്ടിച്ചേർക്കാനില്ല. ധർണയിൽ സംഘം പ്രസിഡന്റ് ടി മാധവൻ, ആക്ടിംഗ് പ്രസിഡന്റ് CM ജീവൻ, സെക്രട്ടറി KP കൃഷ്ണൻകുട്ടി, സുധാകരൻ മാസ്റ്റർ, ടി ചന്ദ്രൻ, പി പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റ് സർവീസ് മേഖലയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതുപോലെ അധ്യാപകർക്ക് യഥാർത്ഥത്തിൽ റിട്ടയർമെന്റ് ഇല്ലെന്നും പവിത്രമായ ഈ തൊഴിലിന്റെ മഹത്വം അതാകണമെന്നും MP അബ്ദുൾ സമദ് സമദാനി MLA പറഞ്ഞു. സർവീസിൽ നിന്നും വിരമിച്ച ഉറുദു അധ്യാപക സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിരമിച്ച ഉറുദു അധ്യാപകരുടെ സംഗമം ശിക്ഷക് സദനിലാണ് നടന്നത്. സംഗമം MP അബ്ദുൾ സമദ് സമദാനി MLA ഉദ്ഘാടനം ചെയ്തു. അധ്യാപകന് യഥാർത്ഥത്തിൽ റിട്ടയർമെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയാൻ സാധിക്കുന്നത്. ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് റിട്ടയർമെന്റ് ഉണ്ടായാലും അധ്യാപകർക്ക് റിട്ടയർമെന്റ് ഇല്ല. അത് വെറുതെ ആലങ്കാരികമായിട്ട് പറയുന്ന കാര്യമല്ല, അത് വാസ്തവമാണ്. അധ്യാപകൻ തുടർന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അധ്യാപകൻ ഔദ്യോഗികമായ ഒരു അർത്ഥത്തിൽ തന്റെ ജോലിയിൽ ആ ജോലി പോലും വളരെ പവിത്രമാണ്. കേവലം ഒരു തൊഴിലായിട്ട് അതിനെ കാണാൻ സാധിക്കില്ല. മനുഷ്യരാണ് അധ്യാപകന്റെ ഉപകരണം. P മൊയ്തീൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. കളത്തിൽ അഹമ്മദ് കുട്ടി സ്വാഗതം പറഞ്ഞു. KP വേലായുധൻ, ഡോക്ടർ K അബ്ദുൽ ഗഫൂർ, M കുഞ്ഞുമൊയ്തീൻകുട്ടി, A സബാഹ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രവാസി കോൺഗ്രസിന്റെ ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ DCC ഓഫീസിന് പരിസരത്തെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ നടന്നു. DCC പ്രസിഡന്റ് KC അബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി പങ്കാളിത്തം കോൺഗ്രസ് പാർട്ടിയുടെ താഴെത്തട്ടുകളിൽ വരെ ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രവാസി കോൺഗ്രസിന്റെ ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ DCC ഓഫീസിലെ രാജീവ് ഗാന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത്. DCC പ്രസിഡന്റ് KC അബു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രവാസി പങ്കാളിത്തം കോൺഗ്രസ് പാർട്ടിയുടെ താഴെത്തട്ടുകളിൽ വരെ ഉറപ്പുവരുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പങ്കാളിത്തം പാർട്ടിയെ താഴെ മുതൽ മുകളിലോട്ടുള്ള കമ്മിറ്റികളിൽ ഉറപ്പുവരുത്തിയാൽ നിങ്ങളുടെ കൂടി സഹായത്തോടുകൂടി ധാരാളം ജനക്ഷേമകരങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നമ്മുടെ പാർട്ടിക്ക് സാധിക്കും. കാരണം ജീവകാരുടെ പ്രവർത്തനം ഇപ്പൊ വെറും മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് മാത്രം പാർട്ടി ആളുകളെ കൂട്ടുന്ന കാലഘട്ടം. കരിപ്പൂർ വിമാനത്താവളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും തിരിച്ചുവരുന്ന പ്രവാസികൾക്ക് പരിഗണന നൽകണമെന്നും ഉത്സവ സീസണിലെ വിമാന കമ്പനികളുടെ അമിത ചാർജ് വർധനവ് പിൻവലിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് KK സീതി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന പ്രസിഡന്റ് ഐസക് തോമസ്, N സുബ്രഹ്മണ്യൻ, മനു വട്ടോളി, മൂസ ഹാജി, ഇബ്രാഹിം വരിക്കാട്ടേരി തുടങ്ങിയവർ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് AITUC ജില്ലാ കൌൺസിലിന്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. സ്ത്രീകളടക്കം 100 കണക്കിന് തൊഴിലാളികൾ മാർച്ചിൽ അണിനിരന്നു. ക്ഷേമ പെൻഷൻ ഓണത്തിനു മുമ്പ് കുടിശ്ശിക അടക്കം തീർത്തു നൽകുക, കുറഞ്ഞ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക, ക്ഷേമ ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, നിർമ്മാണ മേഖലയിലെ തൊഴിൽ സ്തംഭനത്തിന് പരിഹാരം കാണുക, അശാസ്ത്രീയമായ മണൽവാരൽ നിരോധനം പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് AITUCയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. എരഞ്ഞിപ്പാലത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. AITUC സംസ്ഥാന സെക്രട്ടറി KP ശങ്കരദാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് ഇത്രയേറെ അവശത അനുഭവിക്കുന്ന ഒരു വിഭാഗം വേറെയില്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആദ്യമായി ഇന്ത്യ രാജ്യത്ത് അസംഘടിത മേഖലയിൽ തൊഴിലാളികളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് വളരെ ബൃഹത്തായ രീതിയിലുള്ള ക്ഷേമ പദ്ധതികൾക്ക് രൂപം നൽകിയത്. AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ അധ്യക്ഷനായിരുന്നു. PV മാധവൻ, K ദാമോദരൻ, P സുരേഷ് ബാബു, M നാരായണൻ മാസ്റ്റർ, AK സുജാത, VP വിജയകുമാർ, അഡ്വക്കേറ്റ് സുനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർത്തകളിൽ ഒരിടവേള കൂടി. അതെ, നിങ്ങളിത് എങ്ങോട്ടാ? ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ. എന്നാലേ ഞങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റ് അവിടെയാ.
കല്യാൺ സിൽക്സ് ഓണോത്സവം 2015 ദിവസേന നേടൂ സ്കൂട്ടർ, ടിവി, വാഷിംഗ് മെഷീൻ, AC, സ്മാർട്ട് ഫോൺ, ഗിഫ്റ്റ് വൗച്ചറുകൾ. ആഴ്ചതോറും നേടൂ കാർ. ബമ്പർ സമ്മാനം 101 പവൻ സ്വർണം. അങ്ങനെ 1.5 കോടി രൂപയുടെ സമ്മാനങ്ങൾ. ഓണക്കോടിയോടൊപ്പം 1.5 കോടിയും. കല്യാൺ സിൽക്സ്. ഖാദി ഓണമേള 2015 ഖാദിക്ക് 30% ഗവൺമെന്റ് റിബേറ്റ്. ഖാദി സിൽക്ക് കോട്ടൺ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം. കൂടാതെ ഖാദി തുണിത്തരങ്ങളുടെയും ഗ്രാമവ്യവസായ ഉൽപ്പന്നങ്ങളുടെയും നിരവധി സ്റ്റാളുകൾ. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. ഒന്നാം സമ്മാനം 25 പവൻ സ്വർണം, രണ്ടാം സമ്മാനം സ്കൂട്ടർ 2 പേർക്ക്, മൂന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ 14 പേർക്ക്. ഖാദി ഗ്രാമോദ്യോഗ എംപോറിയം, മിഠായി തെരുവ്, കോഴിക്കോട്. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ബാലുശ്ശേരി പൊന്നരം തെരുവിൽ നിർത്തിയിട്ട ടൂറിസ്റ്റ് ബസ്സുകൾ കത്തിനശിച്ചു. ഒന്ന് പൂർണ്ണമായും 2 ഭാഗികമായും അഗ്നിക്കിരയായി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബാലുശ്ശേരി പൊന്നരം തെരുവിൽ ട്രാവൽസിന്റെ നടത്തിപ്പുകാരൻ കിണറുള്ളതിൽ സന്തോഷിന്റെ വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ബസ്സുകളിലാണ് ചൊവ്വാഴ്ച ഉച്ചയോടെ തീ പടർന്നു പിടിച്ചത്. ഗ്രീൻ ഹണ്ടേഴ്സ് ട്രാവൽസിന്റെ 3 ടൂറിസ്റ്റ് ബസ്സുകളിൽ ഒന്ന് പൂർണ്ണമായും 2 ഭാഗികമായും കത്തിനശിച്ചു. പുറകിൽ നിർത്തിയിട്ട ബസ്സിൽ നിന്നും പുക ഉയർന്നപ്പോഴാണ് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വലിയ ശബ്ദത്തോടെ ആളിപ്പടർന്ന് മറ്റ് 2 ബസ്സുകളിലേക്കും തീ വ്യാപിച്ചു. KL11 AE 4344 നമ്പർ ബസ്സാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. സീസണില്ലാത്തതിനാൽ താൽക്കാലികമായി പെർമിറ്റ് റദ്ദാക്കിയ ബസ്സുകൾ 2 മാസത്തോളമായി ഇവിടെ നിർത്തിയിട്ടിട്ട്. നരിക്കുനിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയ്ക്ക് ഏറെ പ്രയത്നത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. ഡീസൽ ടാങ്കിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KP ബാബുരാജിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഡിവൈഎസ്പി R ശ്രീകുമാർ, CI KK വിനോദൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോട്ടൂളി പുൽപ്പറമ്പത്ത് മൊബൈൽ ടവർ നിർമ്മിക്കാൻ അനുമതി നൽകിയ നടപടിയിൽ പ്രതിഷേധിച്ച് ജനകീയ സമിതി സമരം നടത്തി. സമിതി സെക്രട്ടറി സുനീന്ദ്രൻ NP സമരത്തിന് നേതൃത്വം നൽകി. കോട്ടുളി പുൽപ്പറമ്പിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ടവർ നിർമ്മിക്കാൻ അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് ജനകീയ മൊബൈൽ ടവർ വിരുദ്ധ സമിതി സമരം നടത്തി. നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണിത്. ടവറിൽ നിന്നും വരുന്ന കിരണങ്ങൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ ഉണ്ടാവാൻ ഇടയാക്കും. ടവർ നിർമ്മിക്കാനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയെങ്കിലും ഓർഡർ ഇതുവരെ ലഭ്യമായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. സമരത്തിന് നാട്ടുകാരും ജനപ്രതിനിധികളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വാർഡ് കൌൺസിലർ അനിത രാജൻ, ടവർ വിരുദ്ധ കമ്മിറ്റി ചെയർമാൻ പ്രശോഭ് CK എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. സർക്കാർ ഒത്താശയോടെ നടക്കുന്ന പൊതുഭൂമി കയ്യേറ്റം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. 2005 വരെ കയ്യേറിയ വനഭൂമിക്ക് പട്ടയം നൽകാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. 2005 വരെ കയ്യേറിയ വനഭൂമിക്ക് പട്ടയം നൽകുവാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ പരിസ്ഥിതി സംഘടനകളുടെ പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗം മണലിൽ മോഹനൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒരക്ഷരവും ഉണ്ടെന്നില്ലവരും ഇപ്പോ എവിടെ പോയി ഇവരൊക്കെ? ഇത്തരത്തിലുള്ള കേരളത്തിന്റെ ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലം, ഈ വനഭൂമി ഇത്തരത്തിലുള്ള കൊള്ളക്കാർക്ക് കൈവശം വെക്കാൻ വേണ്ടി കൊടുക്കുമ്പോ ഇവരൊക്കെ എവിടെ പോയി? എന്തുകൊണ്ടാണ് നിയമസഭയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുന്നത്? നമ്മൾ ആലോചിക്കണ്ടേ? എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ മൗനം പാലിക്കുന്നത്? TV രാജൻ, അഡ്വക്കേറ്റ് പ്രദീപ്, TVG രാജഗോപാൽ, P രമേഷ് ബാബു, PK ശശിധരൻ, N ശശികുമാർ, VT നാസർ, EK ശ്രീനിവാസൻ, P വിജയൻ, G ജമുന എന്നിവർ സംസാരിച്ചു. വില്ലേജ് അടിസ്ഥാനത്തിൽ ജാതിക്കെതിരായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരതീയ യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജാതി വിരുദ്ധ സെമിനാർ അറിയിച്ചു. സെമിനാറിൽ പേരാമ്പ്രയിലെ കുട്ടികളും ജാതിയുടെ പുനരുജ്ജീവനവും എന്ന വിഷയാവതരണവും നടന്നു. ഭാരതീയ യുക്തിവാദി സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശിക്ഷ സദനിലാണ് പേരാമ്പ്രയിലെ കുട്ടികളും ജാതിയുടെ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. വില്ലേജ് അടിസ്ഥാനത്തിൽ ജാതിക്കെതിരായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാൻ സെമിനാർ തീരുമാനിച്ചു. ജാതിരഹിതമായ കുട്ടികളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുക, മിശ്ര വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, മിശ്ര സമൂഹ വിവാഹങ്ങൾ സംഘടിപ്പിക്കുക, വിദ്യാഭ്യാസ രംഗത്തെ പ്രവേശനത്തിന് എതിരായി നിൽക്കുന്ന നിയമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക എന്നീ തീരുമാനങ്ങളും സെമിനാർ കൈക്കൊണ്ടു. സെമിനാർ ഭാരതീയ യുക്തിവാദി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ P രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പ്രമോദ് പേരാമ്പ്ര സെമിനാറിൽ പേരാമ്പ്രയിലെ കുട്ടികളും ജാതിയുടെ പുനരുജ്ജീവനം എന്ന വിഷയം അവതരിപ്പിച്ചു. ഭാരതീയ യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് അബ്ദുള്ള മേപ്പയ്യൂർ, മജീഷ്യൻ RK മലയത്ത്, PV ബഷീർ, VV പ്രഭാകരൻ, ശ്രീനി പട്ടത്താനം, ചെറിയാൻ തോട്ടുങ്കൽ എന്നിവർ സംസാരിച്ചു.
സെപ്റ്റംബർ 2 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന ആഹ്വാനവുമായി ട്രേഡ് യൂണിയൻ സർവീസ് സംഘടന സംയുക്ത പ്രചരണ ജാഥ ഓഗസ്റ്റ് 12 മുതൽ 14 വരെ നടക്കും. ഇതിന് മുന്നോടിയായുള്ള വിശദീകരണ യോഗം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്നുവരികയാണ്. തൊഴിലാളി സംഘടനകൾ ഉന്നയിച്ച ഒരു കാര്യം പോലും കേന്ദ്ര സർക്കാർ അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് 2015 മെയ് 26 ഡൽഹിയിൽ ചേർന്ന തൊഴിലാളികളുടെ സംയുക്ത ദേശീയ കൺവെൻഷൻ സെപ്റ്റംബർ 2 രാജ്യവ്യാപകമായി പണിമുടക്കാൻ ആഹ്വാനം ചെയ്തത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന പിന്തിരിപ്പൻ നയം ഉപേക്ഷിക്കുക, വിലക്കയറ്റം തടയുക, തൊഴിലും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക, തൊഴിൽ നിയമങ്ങൾ കർശനമാക്കി നടപ്പിലാക്കുക, അസംഘടിത തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്ക് നടക്കുന്നത്. ഇതിന്റെ ഭാഗമായുള്ള ട്രേഡ് യൂണിയൻ സർവീസ് സംഘടനാ സംയുക്ത പ്രചരണ ജാഥ ഓഗസ്റ്റ് 12 മുതൽ 14 വരെ ജില്ലയിൽ പര്യടനം നടത്തും. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പണിമുടക്ക് വിശദീകരണ യോഗങ്ങൾ നടന്നു. ബേപ്പൂരിൽ ജാഫർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. സലീം അധ്യക്ഷനായിരുന്നു. കെ വേലായുധൻ, കെ വി ശിവദാസൻ, മുഹമ്മദ് നദീർ, അനുമാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വലിയങ്ങാടി മേഖലാ കൺവെൻഷൻ STU ജില്ലാ പ്രസിഡന്റ് യു പോക്കർ ഉദ്ഘാടനം ചെയ്തു. CATU സിറ്റി പ്രസിഡന്റ് പി കൃഷ്ണൻ, INTC നേതാക്കളായ മൂസ പന്തിരങ്കാവ്, NP ജനാർദ്ദനൻ, STU നേതാവ് A ബീരാൻ, AITC നേതാവ് PK നാസർ എന്നിവർ സംസാരിച്ചു. ടൗൺ മേഖലാ കൺവെൻഷൻ HMS നേതാവ് P വാസു ഉദ്ഘാടനം ചെയ്തു. കറുവപ്പട്ട എന്ന പേരിൽ ഇരുൾ ഉൾപ്പെടെയുള്ള കാട്ടുമരങ്ങളുടെ തൊലി കടത്തുന്നതായി കറുവപ്പട്ട കർഷകനും ആന്റി കറപ്ഷൻസ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൌൺസിൽ ജില്ലാ സെക്രട്ടറിയുമായ ലിയോനാർഡ് ജോൺ പറഞ്ഞു. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കറുവപ്പട്ടയ്ക്കു പകരം കൊമറിൻ എന്ന വിഷവസ്തു അടങ്ങിയ കാസിയയുടെ ഉപയോഗം വൻതോതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് കറുവപ്പട്ട കർഷകനും ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൌൺസിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ ലിയോനാർഡ് ജോൺ പറഞ്ഞു. മുമ്പ് 60 രൂപയ്ക്ക് ലഭിക്കുമായിരുന്ന കാസിയയ്ക്ക് ഇപ്പോൾ 150 രൂപയിൽ അധികമായി. ഈ സാഹചര്യത്തിൽ ഇരുൾ ഉൾപ്പെടെയുള്ള കാട്ടുമരങ്ങളുടെ തൊലിയും ഉപയോഗിച്ചു വരുന്നതായി ലിയോനാർഡ് ജോൺ ആരോപിച്ചു. കറുവപ്പട്ട തോൽ എന്ന പേരിൽ കോയമ്പത്തൂരിലേക്കാണ് കാസിയ വൻതോതിൽ കയറ്റി ഇപ്പോൾ കണ്ണൂർ തന്നെ കറുവപ്പട്ടയ്ക്ക് പകരം കടയിൽ മുഴുവൻ വിൽക്കുന്ന ഗ്യാസിയാണ്. ഒരു കച്ചവടക്കാരന് ഞങ്ങളുടെ അടുത്ത് 400 രൂപ 350 രൂപയ്ക്ക് സാധനം മേടിക്കുന്നില്ല. വെൻ ഗ്യാസ് ഈസ് അവൈലബിൾ ആറ്റ് ഒരു ₹100 പെർ കിലോ. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. വടകരയിൽ കഞ്ചാവ് ചെറു പാക്കറ്റുകളിലാക്കി വിൽപ്പന നടത്തുന്ന ഒരാളെ പോലീസ് പിടികൂടി. കാർത്തികപ്പള്ളി സ്വദേശി രജീഷ് പട്ടർപ്പറമ്പത്തെയാണ് വടകര CI മനോജും സംഘവും പിടികൂടിയത്. വില്യാപ്പള്ളിയിലും പരിസരത്തും കഞ്ചാവ് വിൽപ്പന നടത്തുന്ന രജീഷ് ടൌണിൽ ബൈക്കിലെത്തി വിൽപ്പന നടത്തുന്നതിനിടയിലാണ് പിടിയിലായത്. ഇയാളുടെ പക്കൽ നിന്നും 21 ചെറു പാക്കറ്റുകളാക്കിയ കഞ്ചാവ് കണ്ടെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. രജീഷ് ഉപയോഗിച്ച ബൈക്കും കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ വടകര കോടതിയിൽ ഹാജരാക്കി. ഓഗസ്റ്റ് 9 ഡൽഹിയിൽ ട്രേഡേഴ്സ് ഡേ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കൾക്ക് കൊയിലാണ്ടി യൂണിറ്റ് യാത്രയയപ്പ് നൽകി. കൊയിലാണ്ടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ KM രാജീവൻ അധ്യക്ഷം വഹിച്ചു. P പ്രസന്നൻ, മണിയോത്ത് മൂസ, TP ഇസ്മായിൽ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. സൌമിനി മോഹൻദാസ്, P ബൽറാം, സലാം ചന്ദ്രൻ നായർ, EP രതീഷ്, KJ ഹാഷിം, VP ബഷീർ, ജലീൽ, NK പത്മനാഭൻ, M ശശീന്ദ്രൻ, PK റിയാസ്, CV മുജീബ് എന്നിവർ സംസാരിച്ചു. LICയുടെ വരിഷ്ഠ പെൻഷൻ ബീമ യോജന പദ്ധതി 2015 ഓഗസ്റ്റ് വരെ നീണ്ടുനിൽക്കുമെന്ന് സീനിയർ ഡിവിഷണൽ മാനേജർ P രാധാകൃഷ്ണൻ കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 14 വരെ പൊതുജനങ്ങൾക്ക് ഈ പദ്ധതി ലഭ്യമാകും. കേന്ദ്ര സർക്കാർ സബ്സിഡിയോടുകൂടിയ LICയുടെ ഈ പദ്ധതി 9.38% വാർഷിക വരവ് ഉറപ്പുവരുത്തുന്നുണ്ട്. 15 വർഷത്തിനു ശേഷം മുഴുവൻ തുകയും പിൻവലിക്കാനാകുമെന്ന സംവിധാനവും പദ്ധതിയിലുണ്ടെന്ന് P രാധാകൃഷ്ണൻ അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തനിക്ക് മന്ത്രിയാവാനോ MP ആകാനോ അല്ല SNDP നേതൃത്വം BJP കേന്ദ്ര നേതാക്കളെ സന്ദർശിച്ചതെന്ന് SNDP യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി. പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള സമരമാർഗങ്ങൾ സമരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാത്തതുകൊണ്ടാണെന്ന് സബ് ജഡ്ജ് RL ബൈജു. ജില്ലയിലെ ഹോർട്ടികോർപ്പ് പച്ചക്കറി വിപണന കേന്ദ്രം തകർക്കാനുള്ള അധികൃതരുടെ നീക്കത്തിൽ പ്രതിഷേധിച്ച് കച്ചവടക്കാർ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.